നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊച്ചി കപ്പൽ അപകടത്തിൽ കേസെടുത്ത് കോസ്റ്റൽ പോലീസ്. കപ്പൽ കമ്പനി MSC ഒന്നാം പ്രതി, ജീവനക്കാരും പ്രതികൾ. അപകടകരമായ വസ്തുക്കൾ കയറ്റിയ കപ്പൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തെന്ന് FIR-ൽ. ബേപ്പൂർ തീരത്ത് തീപിടിച്ച കപ്പൽ നിയന്ത്രണ വിധേയം. കപ്പലിനെ ടാഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. കുടുംബയോഗങ്ങളും മണ്ഡലം പര്യടനങ്ങളുമായി സ്ഥാനാർത്ഥികൾ. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വാങ്ങാനുള്ള UDF തീരുമാനത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ്. നിലമ്പൂരിൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ഓർത്തഡോക്സ് സഭ. മാസപ്പടി കേസിൽ SFIO ആരോപണങ്ങൾ തെറ്റെന്ന് ഹൈക്കോടതിയിൽ വീണ വിജയൻ. കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ മകളായതിനാലെന്നും പൊതുതാൽപര്യ ഹർജി മോശക്കാരിയായി ചിത്രീകരിക്കാനെന്നും സത്യവാങ്മൂലം. ED ഉദ്യോഗസ്ഥർ പ്രതികളായ കൈക്കൂലി കേസിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ വിമർശനം. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പോയ സംഘത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന വിലക്കി ഹൈക്കമാൻഡ്. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവന പാടില്ല. വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള സമിതിയിൽ തരൂരിന് പ്രധാന പദവി നൽകാൻ കേന്ദ്ര നീക്കം. അടുത്ത ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കി ബ്രസീൽ. യോഗ്യതാ മത്സരത്തിൽ പരാഗ്വേയെ 1 ഗോളിന് തകർത്തു. കൊളംബിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് സമനിലക്കുരുക്ക്. കേരള പുറംകടലിൽ തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കിയതായി വിവരം. കപ്പലിൽ വടം കെട്ടി ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സാൽവേജ് സംഘം ഹെലികോപ്റ്ററിൽ തീപിടിച്ച കപ്പലിൽ ഇറങ്ങി ടഗ് ഉപയോഗിച്ച് കപ്പലിനെ കൂടുതൽ ദൂരത്തേക്ക് വലിച്ചു മാറ്റാനാണ് ശ്രമം. കപ്പലിന്റെ മുൻഭാഗത്തെ തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിലെ തീ കെടുത്താൻ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തീരങ്ങളിലെ കപ്പൽ അപകടങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഷിപ്പിംഗ് മന്ത്രാലയവും ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നിലവിൽ തീപിടിക്കുന്ന കപ്പലിൽ എന്തൊക്കെയാണുള്ളതെന്ന് പരിശോധിക്കുകയാണ്. അടുത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് നമ്മുടെ കോസ്റ്റ് ഗാർഡ്, അതുപോലെ ഷിപ്പിംഗ് മന്ത്രാലയം, അവരെല്ലാം അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. അത് എങ്ങോട്ടാണ് വേവ്, എങ്ങോട്ടാണ് കാറ്റ്, ഏത് പ്രദേശത്താണ് അത് ബാധിക്കുന്നത്, അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും പരിഗണിക്കും. നമ്മുടെ കപ്പാസിറ്റി, അതുപോലെ ഇൻ്റർനാഷണൽ തലത്തിലുള്ള അതിനൊരു നടപടിക്രമമുണ്ട്. അത് മുഴുവൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെന്ത് ചെയ്യാൻ സാധിക്കും, അത് പിന്നെ ആ കപ്പൽ അവരും കൂടെയാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ആ കപ്പൽ വേണ്ടെങ്കിൽ രക്ഷയില്ല. അതിൻ്റെ അകത്തുള്ള വസ്തുക്കളെടുത്ത് നശിപ്പിക്കാനേ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഓർഡറുണ്ട്, പ്രോട്ടോക്കോളുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. കപ്പലിന്റെ ഉടമയാണ് 1-ാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതിയും കപ്പൽ ക്രൂ 3-ാം പ്രതിയുമാണ്. അപകടകരമായ വസ്തുക്കൾ കയറ്റിയ കപ്പൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. മനുഷ്യജീവന് അപകടകരമാകുന്നതും പരിസ്ഥിതി നാശത്തിന് ഇടയാക്കുന്നതുമായ വസ്തുക്കൾ കയറ്റിയ കപ്പൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MSC ELSA 3 കപ്പലിന്റെ ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കപ്പൽ ഉടമയാണ് 1-ാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതിയും ഷിപ്പിംഗ് ക്രൂ 3-ാം പ്രതിയുമായാണ് കേസ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും കേസെടുക്കാൻ വൈകിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഡിലേ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പരാതി കിട്ടണം. പരാതി അങ്ങനെ ഒരു കോഗ്നിറ്റീവൽ ഒഫൻസ് ഉള്ള പരാതി അങ്ങനെ കിട്ടിയിട്ടില്ല. നോട്ടിക്കൽ മൈലിലേക്ക് ബിയോണ്ട് ആയത് കൊണ്ട് നമ്മുടെ ഡയറക്റ്റ് ജുറിഡിക്ഷൻ അവിടെ ഇല്ല. ദർ ഇസ് എ സബ്സ്റ്റാൻസ് ഓഫ് ക്രിമിനൽ ഒഫൻസ് ലൈക്ക് നെഗ്ലിജൻസ്, സോ വി ഹാവ് ടേക്കൻ ദ കേസ്. എടുത്തിട്ടുള്ള ഇത് വകുപ്പുകൾ അവൈലബിൾ ആണ്. ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയായ MSCക്കെതിരെ ഇപ്പോൾ കേസെടുക്കേണ്ടെന്നും നഷ്ടപരിഹാരം മതിയെന്നുമായിരുന്നു ആദ്യ തീരുമാനം. നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടികൾക്കാണ് മുൻഗണന എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരവും മലിനീകരണം തടയാനുള്ള ചിലവും ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് നീക്കം തുടങ്ങിയിരുന്നത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്
ഇപ്പോഴത്തെ പോലീസ് നടപടി. അമൃത ന്യൂസ്, കൊച്ചി. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ കേസെടുക്കേണ്ടി വന്നതോടെ അദാനിയെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ കള്ളക്കളിയാണ് പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുർബല വകുപ്പുകൾ ചുമത്തി അദാനിയുമായി ബന്ധമുള്ള ഷിപ്പിംഗ് കമ്പനിയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കമെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരും. സാധാരണക്കാർക്കൊപ്പം നിൽക്കേണ്ട സർക്കാരാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നാടിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വെൽഫെയർ പാർട്ടി UDF ബന്ധത്തിലൂന്നി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നു. വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ പരസ്പരം പോരടിക്കുമ്പോൾ NDAയും അതിൽ സാധ്യത കണ്ടെത്തുകയാണ്. പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ മുന്നണി നേതാക്കളുടെ നിറസാന്നിധ്യമാണ് നിലമ്പൂരിൽ. വെൽഫെയർ പാർട്ടി UDFന് പ്രഖ്യാപിച്ച പിന്തുണ നിലമ്പൂരിലെ പ്രചരണത്തിലുണ്ടാക്കിയ അലയൊലി ഇനിയും അടങ്ങിയിട്ടില്ല. പരാജയഭീതിയിൽ നിലമ്പൂരിൽ UDF സ്വീകരിക്കുന്നത് അപകടകരമായ കൂട്ടുകെട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നിലമ്പൂരിൽ CPM പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയാണെന്നും വർഗീയവാദികളോട് കൂട്ടുകൂടിയത് എന്നും CPM ആണെന്നും രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ എന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് CPM ആണ്. തീവ്ര വർഗീയ സ്വഭാവമുള്ള ജനസംഘവുമായി അന്ന് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്ത ആളുകളാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ഇതപര്യന്തം കൂട്ടുകൂടിയിട്ടുള്ള പ്രസ്ഥാനം CPM അല്ലേ? എന്നാൽ വിഷയത്തിൽ ഇരു മുന്നണികൾക്കുമെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്ന സാഹചര്യത്തിൽ NDAയും തങ്ങളുടെ സാധ്യത കണ്ടെത്തുകയാണ്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളെ പിന്തുണ തേടാനുള്ള മത്സരമാണ് ഇടതു വലതു മുന്നണികൾ നടത്തുന്നതെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ഭീകരവാദികളുടെയും വർഗീയവാദ സംഘടനകളുടെയും ഒക്കെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം, ആ മത്സരമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം. അതേസമയം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതാക്കളെല്ലാം നിലമ്പൂരിൽ തമ്പടിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി വരും ദിവസങ്ങളിലും പ്രചരണം കത്തിപ്പടരും. അമൃത ന്യൂസ്, മലപ്പുറം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൈകോർത്ത് പ്രവർത്തിക്കാനെടുത്ത തീരുമാനം കേരളത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്നാണ് വിമർശനം. വോട്ടിനു വേണ്ടി ആത്മാഭിമാനവും മതേതര മൂല്യങ്ങളും ബലികഴിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകുമെന്ന് അറിയിച്ചതോടെ അത് വലിയ വിവാദമായിരുന്നു. കോൺഗ്രസ് അത് സ്വീകരിക്കുക കൂടെ ചെയ്തതോടെ വലിയ വിമർശനങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ഇതിനിടെയാണിപ്പോൾ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കത്തോലിക്ക കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര മതരാഷ്ട്ര ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഒപ്പം ചേർക്കുന്നതിലൂടെ ഇന്ത്യയുടെ മതേതരത്വം, പൊതുനന്മ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലി കൊടുക്കുകയാണ് കോൺഗ്രസ് എന്നാണ് വിമർശനം. ഇടതുപക്ഷത്തിന്റെ PDP കൂട്ടുകെട്ടിന്റെ പേരിൽ UDFന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നത് വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് വോട്ട് നേടാനുള്ള തന്ത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. നിലമ്പൂരിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പുള്ളത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകും. കോൺഗ്രസ് മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും ഇത്തരം നീക്കങ്ങളിൽ നിന്നും പിന്മാറണം. മതേതരത്വത്തിന്റെ മുഖംമൂടിയിട്ട് മതമൗലികവാദികളുടെ കൈപിടിക്കുന്നവരുടെ കാപട്യം തുറന്നുകാട്ടേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പ്രസ്താവനയിൽ ഓർമ്മിപ്പിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. നിലമ്പൂരിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. നിലമ്പൂരിലെ സാഹചര്യം അനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയാറില്ല. സഭാ തർക്കത്തിൽ കോപ്റ്റിക് സഭയുടെ ക്ഷണം സ്വീകരിക്കണോ എന്ന് പിന്നീട് തീരുമാനിക്കും. സഭാ സുന്നഹദോസ് യോഗം ചേർന്നാകും തീരുമാനമെടുക്കുക. 1965 ശേഷം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. സഭ നേരത്തെ ഉള്ള സഭയുടെ തീരുമാനം ഉണ്ട്.
അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായിരിക്കുന്ന എല്ലാ നമ്മുടെ ജനങ്ങളെല്ലാവരും നല്ല രാഷ്ട്രീയ ബോധവാന്മാരാണ്. അതുകൊണ്ടത് അവർക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അത് ആ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ സാഹചര്യമനുസരിച്ച് അവിടുത്തെ സാഹചര്യമനുസരിച്ച് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അനുസരിച്ച് ഏത് തരത്തിൽ ചെയ്യണമെന്നുള്ളത് ആ ജനങ്ങൾക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പോയ പ്രതിനിധി സംഘത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന വിലക്കി ഹൈക്കമാൻഡ്. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്നാണ് നിർദ്ദേശം. പ്രതിനിധി സംഘത്തിലെ പ്രധാനി ശശി തരൂരിനെ നേരിൽ കാണാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. അതിനിടെ വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പുതിയ സമിതിയിൽ പ്രധാന പദവി തരൂരിന് നൽകാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാൻ പോയ സംഘത്തിലെ പ്രധാന നേതാവായിരുന്നു ശശി തരൂർ. എന്നാൽ തിരികെ എത്തിയ ശശി തരൂരിനെ കേൾക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ വിദേശ പര്യടനത്തെക്കുറിച്ച് പ്രസ്താവനകൾ പാടില്ലെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. മടങ്ങിയെത്തിയ നേതാക്കൾ മാധ്യമങ്ങളെ കാണണമെന്ന് അറിയിച്ചിട്ടും ഇതിനും ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടില്ല. പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പരിഗണനയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയായിരുന്നു. 2014 നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് വക്താവ് സ്ഥാനത്ത് നിന്നും മാറ്റിയ ശശി തരൂരിനെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് പ്രവർത്തക സമിതിയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സര രംഗത്തെത്തിയതും ദേശീയ നേതൃത്വത്തിന് ശശി തരൂരിൽ അവമതിപ്പിന് കാരണമായി. പിന്നീടാണ് പാർട്ടി നേതൃത്വത്തെ മറികടന്ന ശശി തരൂർ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാകുന്നത്. എന്നാൽ തിരികെ എത്തിയതിനു ശേഷം ശശി തരൂരിനെ കേൾക്കാതെ മുൻ വിദേശകാര്യമന്ത്രി ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഹൈക്കമാൻഡ് കണ്ടത്. അതേസമയം ശശി തരൂരിന് വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പുതിയ സമിതിയിൽ പ്രധാന സ്ഥാനം നൽകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. അതിനിടെ ശശി തരൂരിനെ അനുകൂലിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രവർത്തക സമിതി അംഗവുമായ താരിഖ് അൻവറും രംഗത്തെത്തിയിട്ടുണ്ട്. ശശി തരൂർ പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ലെന്നും തരൂരിനെതിരെ ഹൈക്കമാൻഡ് അച്ചടക്ക നടപടി എടുക്കില്ലെന്നാണ് കരുതുന്നതെന്നും താരിഖ് അൻവർ പറയുന്നു. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് ശശി തരൂർ ശ്രമിക്കുമോ എന്ന കാര്യവും ഇനിയും വ്യക്തമല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എക്സാലോജിക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയൻ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വീണ ഹൈക്കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകളും വിദ്യാസമ്പന്നയും സംരംഭകയുമായ തന്നെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമമാണ് ഹർജിക്ക് പിന്നിലെന്ന് മറുപടി സത്യവാങ്മൂലത്തിലുണ്ട്. എക്സാലോജിക് ബെനാമി കമ്പനിയല്ലെന്നും പിണറായി വിജയനോ ഭർത്താവ് മുഹമ്മദ് റിയാസിനോ സ്ഥാപനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും വീണ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ED ഉദ്യോഗസ്ഥർ പ്രതികളായ കൈക്കൂലി കേസിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ വിമർശനം. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതി വിമർശനം. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടതിനാലാണ് വിജിലൻസിനെ ഹൈക്കോടതി വിമർശിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് 3 ആഴ്ച കഴിഞ്ഞുവെന്ന് പറഞ്ഞ കോടതി മാസങ്ങളോളം കേസ് എങ്ങനെ നീട്ടിവെക്കാനാകുമെന്നും ചോദിച്ചു. താമരശ്ശേരി ഷഹബാസ് വധക്കേസ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണം, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുമായി സഹവസിക്കരുത് എന്നീ നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കാനും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആണ് ജാമ്യം അനുവദിച്ചത്. കുവൈറ്റിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് സമർപ്പിച്ച അപേക്ഷ വിദ്യാഭ്യാസ മന്ത്രാലയം തള്ളി. രാജ്യത്തെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രക്ഷിതാക്കൾക്കുണ്ടാകുന്ന അമിത ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും രാജ്യം സ്വീകരിച്ചു വരുന്ന പൊതുനയങ്ങളുടെ ഭാഗമായാണ് അപേക്ഷ നിരസിച്ചതെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്കൻ, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ദ്വിഭാഷാ സ്കൂളുകൾ 10%, ഇന്ത്യൻ, പാകിസ്ഥാൻ, അറബ് മോഡൽ സ്കൂളുകൾക്ക് 15% ഫീസ് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു സ്വകാര്യ സ്കൂളുകളുടെ ആവശ്യം. അമേരിക്കൻ, ദ്വിഭാഷ, ബ്രിട്ടീഷ്, ഫ്രഞ്ച് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥിയുടെ ശരാശരി വാർഷിക ട്യൂഷൻ ഫീസ് 2,700 മുതൽ 3,700 ദിനാർ വരെയും, അറബിക്, ഇന്ത്യൻ, പാകിസ്ഥാൻ, ഫിലിപ്പീനോ സ്കൂളുകളിൽ 430 മുതൽ 770 ദിനാർ വരെയുമാണ് നിലവിലെ ഫീസ് നിരക്ക്.
കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും രാജ്യത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കി. ജൂലൈ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക. ഇതിനായി തൊഴിലാളി സാഹൽ ആപ്പ് വഴി അപേക്ഷ സമർപ്പിക്കുകയും തൊഴിലുടമ സാഹൽ ആപ്പ് വഴി ഇത് അംഗീകരിക്കുകയും ചെയ്യണം. ഈ സേവനം 24 മണിക്കൂറും ലഭ്യമായിരിക്കും. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമുള്ളത്. എന്നാൽ എക്സിറ്റ് പെർമിറ്റിന് അനുമതി നിഷേധിക്കുന്ന സ്പോൺസർമാർക്കെതിരെ തൊഴിലാളിക്ക് പരാതി നൽകാൻ അവകാശമുണ്ടായിരിക്കുമെന്ന് മാനവശേഷി സമിതി ആക്ടിംഗ് ഡയറക്ടർ മർസൂഖ് അൽ ഒദൈബി വ്യക്തമാക്കി. സൗദി അറേബ്യയും നേപ്പാളും റിക്രൂട്ട്മെന്റ് കരാറിൽ വൈകാതെ ഒപ്പുവെക്കുമെന്ന് നേപ്പാളിലെ തൊഴിൽ എംപ്ലോയ്മെന്റ് സാമൂഹിക സുരക്ഷാ മന്ത്രാലയം. സൗദി അറേബ്യയുമായി സമഗ്രമായ തൊഴിൽ കരാറാണ് ഒപ്പുവെക്കുന്നതെന്ന് നേപ്പാളിലെ തൊഴിൽ എംപ്ലോയ്മെന്റ് സാമൂഹിക സുരക്ഷാ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തൊഴിലാളികൾക്കുള്ള നൈപുണ്യ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളായി ബന്ധപ്പെട്ട 2 വ്യത്യസ്ത കരാറുകളിലും ഇരു രാജ്യങ്ങളും ഉടൻ ഒപ്പുവെക്കും. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയും നേപ്പാളും നേരത്തെ ഒപ്പുവെച്ച കരാർ നിലനിർത്തുകയും ചെയ്യും. ജൂൺ 15 മുതൽ 17 വരെ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ക്ഷണിച്ചതായി കനേഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു. മിഡിൽ ഈസ്റ്റ് നയതന്ത്രത്തിൽ സൗദി അറേബ്യ പ്രധാന പങ്കാളിയാണെന്ന വസ്തുത കണക്കിലെടുത്താണ് കാനഡയിലെ കനാനാസ്കിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് സൗദി കിരീടാവകാശിയെ ക്ഷണിച്ചത്. ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ കിരീടാവകാശി തീവ്രമായ ശ്രമങ്ങൾ നടത്തിയതായി പത്രം പറഞ്ഞു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ, യുക്രൈൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിൽ ആദ്യമായി നടന്ന സുപ്രധാന ചർച്ചകൾക്കും സൗദി കിരീടാവകാശി ആതിഥേയത്വം വഹിച്ചിരുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് കാനഡയിൽ നിന്ന് ക്ഷണം ലഭിച്ചതായി അമേരിക്കൻ ന്യൂസ് ഏജൻസിയായ ബ്ലൂംബെർഗും സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് സമഗ്രവും കൃത്യവുമായ ആരോഗ്യ നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കി വരുന്നതായി ആരോഗ്യ മന്ത്രാലയം. ആഗോളതലത്തിൽ ചില രാജ്യങ്ങളിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന HIV ബാധയുടെ വർധനവ് സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയം ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. നിലവിൽ രാജ്യത്ത് സ്ഥിരതാമസത്തിനെത്തുന്ന വിദേശികൾക്ക് അതത് രാജ്യത്തെ അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് വൈദ്യപരിശോധന നടത്തണം. ഇവ ആ രാജ്യത്തെ കുവൈറ്റ് കോൺസുലേറ്റുകളിൽ നിന്നോ എംബസികളിൽ നിന്നോ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. ഇതിനുശേഷം മാത്രമാണ് ഇവർക്ക് രാജ്യത്ത് പ്രവേശനം അനുവദിക്കുന്നത്. UAEയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനില മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദിവസേനയുള്ള താപനില ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങിയ 2003 ശേഷമുള്ള മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് അലൈനിലെ സെയ്ഹാനിൽ മെയ് 24 അനുഭവപ്പെട്ടത്. 51.6 ഡിഗ്രി സെൽഷ്യസാണ് സെയ്ഹാനിൽ രേഖപ്പെടുത്തിയത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി UAEയിലെ താപനിലയിൽ 1.5% വർധനമുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കടുത്ത വേനലിൽ ഡെലിവറി റൈഡർമാർക്ക് ആശ്വാസമായി ദുബായിൽ 10,000-ലധികം എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നു. തൊഴിലാളികൾക്ക് അവരുടെ സ്ഥാപനങ്ങളുടെ മൊബൈൽ ആപ്പുകളിൽ ലഭ്യമായ ഇന്ററാക്റ്റീവ് സംവിധാനം വഴി അടുത്തുള്ള വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധിക്കും. മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം, ദുബായ് RTA, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എന്നിവയുമായി സഹകരിച്ചാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. UAE പ്രഖ്യാപിച്ച ഉച്ചവിശ്രമ നിയമമനുസരിച്ച് ജൂൺ 15 മുതൽ 3 മാസത്തേക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിരോധനമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡെലിവറി സർവീസ് തൊഴിലാളികൾക്കായി വിശ്രമ സൗകര്യം ഒരുക്കുന്നത്. ആർഷഭാരത സംസ്കാരവും സനാതനധർമ്മത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ സന്യാസി ശ്രേഷ്ഠരും ആത്മീയ ആചാര്യന്മാരും കേരളത്തിൽ ധർമ്മ സന്ദേശയാത്ര നയിക്കുന്നു. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയാണ് മുഖ്യ രക്ഷാധികാരി. ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘ രൂപീകരണം തിരുവനന്തപുരത്ത് നടന്നു. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടന പ്രഭാഷണം നടത്തി. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഉൾപ്പെടെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള ആത്മീയ ആചാര്യന്മാർ ചടങ്ങിന്റെ ഭാഗമായി. നാടിന്റെ നന്മയ്ക്കും പുതുതലമുറയ്ക്ക് സനാതനധർമ്മ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും ധർമ്മോസ്മത് കുലദൈവതം സന്യാസിമാരാണ് ധർമ്മ സന്ദേശയാത്ര നയിക്കുന്നത്. വാൽമീകി മഹർഷിയുടെ ജന്മദിനമായ ഒക്ടോബർ 7-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ 21-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണം തിരുവനന്തപുരത്ത് നടന്നു. സന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ തെരഞ്ഞെടുത്തു. ലോകമാതാവായി അംഗീകരിച്ചിട്ടുള്ള
മാതാവ് അമൃതാനന്ദമയി അമ്മയാണ് നമ്മുടെ ഈ യാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത്. അമ്മയുടെ പൂർണ്ണമായ മനസ്സ് നമ്മോടൊപ്പം ഈ യാത്ര അവസാനിക്കുന്നതും വരെ ഉണ്ടായിരിക്കും. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ചടങ്ങിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. സാംസ്കാരികമായ ഒരു കേരളം, ആ കേരളത്തിൻ്റെ തനത് ഭാവത്തെ ഓർമ്മിച്ച് നമുക്ക് ഉയർത്തണം. അത് 14 ദിവസം കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ സന്യാസിമാരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ തുടക്കമാകും. വർത്തമാനകാലത്ത് സനാതനധർമ്മം മുറുകെ പിടിക്കുന്നതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞുപോയ കുംഭമേളയെന്ന് മഹാമണ്ഡലേശ്വർ ജുനാഖാഡ ആനന്ദവനം ഭാരതസ്വാമി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൊട്ടടുത്ത് കഴിഞ്ഞ കുംഭമേള ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ അത് ഈ ധർമ്മത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളതാണ്. ധർമ്മ സന്ദേശയാത്ര കേരളത്തിൽ ധാർമ്മിക നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ചൂണ്ടിക്കാട്ടി. ഹൈന്ദവ ധർമ്മത്തിൻ്റെ പതാക വഹിക്കുന്നവരാണ് സന്യാസി സമൂഹം. പൊതുവെ പൊതുജനങ്ങളുടെ ധാരണയുള്ളത് സന്യാസിമാരെല്ലാം അവരവരുടെ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് പരസ്പരം ഐക്യമില്ല, ആരും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നൊരു ധാരണ പൊതുജനങ്ങളെ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ കാലത്തും സന്യാസിമാരെല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ആ ഒരു സന്ദേശം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ എങ്ങനെ എത്തിക്കുന്നത് എന്നത് ജനങ്ങളെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ തൃപ്രയാർ ചേർപ്പ് റോഡിൽ ചിറക്കൽ പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പാലം അടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. മറുകരയിലെത്താൻ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ വാഹന ഗതാഗതം പോലും നിലച്ച അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പാലം നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ യാത്രക്കാർ ദുരിതത്തിൽപ്പെട്ട് വലയുകയാണ്. കാലവർഷത്തിന് മുന്നോടിയായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നറിയിച്ചാണ് താൽക്കാലിക റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടഞ്ഞത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞതോടെ സ്വകാര്യ ബസ് സർവീസ് പോലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒരിക്കലും പണി തീരാത്ത ഒരു പഞ്ചവടിപ്പാലം പോലെയാണ് ഈ ചിറക്കൽ പാലത്തിന്റെ പണി ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമാന്തര റോഡ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നമാണ്. 2 വീലറുകളിൽ കൂടി ജനങ്ങൾ പോകുവാൻ വേണ്ടി മറ്റൊരു മാർഗമില്ലാതെ വലയുന്ന ഈ സമയത്ത് ചിറക്കൽ പാലത്തിൻ്റെ 500 മീറ്റർ പടിഞ്ഞാറോട്ട് മാറി ഒരു കോട്ടം ബണ്ട് റോഡുണ്ട്. ആ ബണ്ട് റോഡിൽ കൂടി ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരവസ്ഥയുണ്ട്. സ്കൂളുകൾ തുറന്നതോടെ റോഡിലേക്ക് കുരുക്കിലകപ്പെട്ട് വലയുന്നവരിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറെയാണ്. സ്കൂൾ ബസ്സുകളടക്കം കുരുക്കിൽപ്പെടുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോയതാ. വണ്ടി വീടിൻ്റെ അവിടത്തോളം വരെ എത്തിയതാണ്. ഇന്നിപ്പോൾ 2 പാലം അപ്പുറത്ത് കിടക്കണം, പിന്നെ ഇപ്പുറത്ത് കൊണ്ടുവരണം. വീട്ടിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്. എന്നാൽ കൃത്യമായ അപ്രോച്ച് റോഡ് സംവിധാനവും അധികൃതർ ഒരുക്കിയിട്ടില്ല. വികസനത്തിനെതിരല്ലെന്നും ജനങ്ങളെ വലയ്ക്കുന്നതിനു പകരം ബദൽ സംവിധാനങ്ങൾ ഒരുക്കി പാലം നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ അധികൃതർ തയ്യാറാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ബദൽ മാർഗമായ ബണ്ട് റോഡ് സഞ്ചാരയോഗ്യമല്ല. ഇതിനെതിരെ BJP പ്രതിഷേധം നടത്തിയിരുന്നു. എന്നിട്ടും അധികൃതർ മൗനവ്രതം തുടരുകയാണ്. പഞ്ചായത്തും ഭാരവാഹികളും അത് അനാസ്ഥ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിവരാവകാശ രേഖ എടുത്തു. അപ്പോൾ ആദ്യത്തെ സ്കെച്ച് പ്രകാരം 11 മീറ്റർ വീതിയുള്ള പാലമാണ് ഉണ്ടായിരുന്നത്. ആ പാലം ഇപ്പോൾ രണ്ടാമത്തെ സ്കെച്ചിൽ ഇപ്പോൾ റിവിഷൻ ചെയ്ത് വന്നതിൽ 9.5 മീറ്റർ വീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത് 5,29 ലക്ഷം രൂപയാണ് അതിൽ വകവരിച്ചിരുന്നത്. പക്ഷേ പാലത്തിൻ്റെ സൈസ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പോലും ആ റിവിഷൻ എസ്റ്റിമേറ്റിൽ വന്നിട്ടില്ല. അതേ എസ്റ്റിമേറ്റിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളോട് എഞ്ചിനീയർമാരോട് സംസാരിച്ചപ്പോൾ അവർ അതിൽ നിന്ന് കറക്റ്റ് മറുപടി വ്യക്തമായൊരു വ്യക്തത തരാതെ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബസ് യാത്രക്കാർ ചിറക്കൽ പാലത്തിന് സമീപം ഇറങ്ങി നടപ്പാലത്തിലൂടെ കടന്ന ഇരുകരകളിലും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത്. രാത്രി സമയങ്ങളിൽ ബസ്സുകളിലെത്തുന്ന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അടിയന്തരമായി പാലം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.
2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി ബ്രസീൽ. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ പരാഗ്വേയെ കീഴടക്കിയാണ് മുൻ ലോക ചാമ്പ്യന്മാർ ലോകകപ്പിന് യോഗ്യത നേടിയത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഒറ്റ ഗോളിലാണ് കാനറിപ്പട വിജയവും ലോകകപ്പ് യോഗ്യതയും നേടിയത്. ഒപ്പം ഒരു ചരിത്ര റെക്കോർഡും ബ്രസീൽ സ്വന്തമാക്കി. ഇതുവരെയുള്ള ലോകകപ്പിന്റെ എല്ലാ പതിപ്പിലും യോഗ്യത നേടുന്ന ഒരേ ഒരു ദേശീയ ടീമായി മാറിയിരിക്കുകയാണ് ബ്രസീൽ. 1930 മുതൽ 2026 വരെയുള്ള എല്ലാ ഫുട്ബോൾ ലോകകപ്പിനും യോഗ്യത നേടുന്ന ടീമായി ബ്രസീൽ മാറി. അതേസമയം കൊളംബിയക്കെതിരെ അർജന്റീനയ്ക്ക് സമനില കുരുക്ക്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. സമനില വഴങ്ങിയെങ്കിലും ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ പട്ടികയിൽ 35 പോയിന്റുമായി അർജന്റീന 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അതോടൊപ്പം അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിന് ഇന്നേക്ക് കൃത്യം ഒരു വർഷം. അടുത്ത വർഷം ജൂൺ 11-നാണ് ലോകകപ്പ് കിക്ക് ഓഫ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.